ഇത് നമ്മുടെ ഇന്ത്യയുടെ ചോൺസയാണ്, ബോംബെന്ന് വാങ്ങിച്ചാണ്. ഇതും ബോംബെന്ന് വാങ്ങിച്ച ദശേരിയാണ്. മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന സാധനങ്ങളായിരിക്കും. ഇതാണ് നമ്മുടെ ചോൺസ. ഒരു 1/4 കിലോളം ഉണ്ടാവും. ദശേരി വന്നിട്ട് ഒരു 150-200 ഗ്രാം 200 ഗ്രാമൊക്കെ ഉണ്ടാകുമായിരിക്കും. ഓ, ദശേരിൻ്റെ കളറ് ഒരു രക്ഷയില്ലാത്ത കളറാണ്. നമ്മുടെ മല്ലികയുടെ കളറാണ്. മല്ലിക തോറ്റു പോകുന്ന കളറാണ്. ചോൺസയുടെ കാര്യങ്ങൾ നോക്കാം. രണ്ടാ, ഇത് ചോൺസയുടെ കളറും ദശേരിയുടെ കളറും കണ്ടോ. ശരി, നല്ല ഓറഞ്ചും ചോസ മഞ്ഞയാണ്. ദശേരി രക്ഷയില്ല. അയ്യോ, ചോസയോ? ചോസ നോക്കിയേ, ചോസയും പൊളി. രണ്ടും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാൻ പറ്റിയ മാങ്ങകളല്ല. 18.9 ഏത് ചോസ, 19. ചോസനെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് ദശേരിയാ. ദശേരി കഴിച്ചു നോക്കും. നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയം കൂടി നോക്കണം. August 1 അതെ. ചോസയുടെ സ്കിൻ കഴിച്ച ചന്ദ്രക്കാരന്റെ ഫ്ലേവർ ചോസാണ് അടിപൊളി. അതെ, എനിക്ക് ചോസയാണ്. ഇങ്ങോട്ട് മധുരം കുറവാണെങ്കിലും ആ ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല ഹാറുള്ള ഫ്ലേവറാണ്. 17.2 17.2 ദശേരിക്ക് വരുന്നത്. പക്ഷെ ഏകദേശം ഒരേ സ്വീറ്റ്നെസ്സിലേക്കാണ് ഫീൽ ചെയ്യുന്നല്ലേ. പക്ഷെ ചോസയുടെ ഫ്ലേവർ രക്ഷയില്ല. ചോൺസിക്ക് ആ ചന്ദ്രക്കാരന്റെ ഫ്ലേവർ സ്കിന്ന് കഴിച്ചു നോക്കി. സ്കിന്നിന്റെ അടുത്തേക്ക് കഴിച്ചു. സ്കിന്ന് തനി ചന്ദ്രക്കാരൻ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയതായിരിക്കും അല്ലേ ഇവരൊക്കെ. എവിടെയൊക്കെ ബന്ധങ്ങൾ നടന്നു. ഏറെക്കുറെ മാങ്ങകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കും. നമ്മൾ ഒരുപാട് മാങ്ങ കഴിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടുമാങ്ങകളായിട്ട് വളരെ ബന്ധമുണ്ട് പല മാങ്ങകൾക്ക്. ഇത് ദശേരി നമ്മുടെ സ്വീറ്റ്നെസ് കുറച്ച് കുറവുണ്ട്. നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത ദശേരിനെ കുറച്ച് സ്വീറ്റ്നെസ് കുറവുണ്ട്. പക്ഷേ ഫ്ലേവർ ഒന്നും കുഴപ്പമില്ല, സെയിം ഫ്ലേവർ ആണ്. ചോൺസി ആണെങ്കിൽ നമ്മളെ ഏറെക്കുറെ സെയിം തന്നെയാ തോന്നുന്നു അല്ലേ, നമ്മൾ ഇതിന്റെ മുന്നേ റിവ്യൂ ചെയ്തത്. പക്ഷെ രണ്ടിന്റെയും ഫ്ലേവറിൽ വ്യത്യാസമുണ്ട്. രണ്ടും എക്സ്ട്രീമി. ചോൺസ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു കോക്കനട്ടി ഫ്ലേവർ ആണ്. ചന്ദ്രക്കാരൻ മിക്സ് ആയിട്ടുള്ള ഒരു കോക്കനട്ടി ഫ്ലേവർ. മല്ലികയിൽ ഉള്ള ഒരു സിട്രസ് നേച്ചർ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ദശേരിയുടെ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇല്ല. അതില്ല എങ്കിലും രസമുണ്ട്, കഴിക്കാൻ സാധനം. ഇനിയൊന്ന് ഈ ചോൺസ ഒരുപാട് കയറി നിൽക്കുന്നുണ്ട്. ചന്ദ്രക്കാരന്റെ ഫ്ലേവർ കിട്ടിയാൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു ഫീല് വരും. എനിക്കൊന്ന് മലയാളികൾക്കൊന്നുകൂടെ ഇഷ്ടപ്പെടുക ചോസ ആയിരിക്കും അല്ലേ. നല്ല നമ്മുടെ ആ ഒരു നാട്ടുമാങ്ങയുടെ ഫ്ലേവറിന്റെ അതുകൊണ്ട് നമ്മുടെ മല്ലികയുടെ ഒക്കെ ആ ഒരു ഹൈബ്രിഡ് ഫ്ലേവറിലേക്കും വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാങ്ങയല്ലേ ഇത് കഴിക്കുമ്പോ നമ്മുടെ കേസറൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. കേസർ കഴിക്കുമ്പോൾ വായിൽ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് പൊട്ടിക്കുന്നതാണ്. അങ്ങനെ അലിഞ്ഞു പോകും. ഇത്രയും വാട്ടർ കണ്ടന്റ് ഉള്ള മാങ്ങയാണ് കേസർ. അതേപോലെ ഒരു ഫീലും പ്ലസ് ചന്ദ്രക്കാരന്റെ ഒരു ടേസ്റ്റും കൂടിയതാണ് ഈ സാധനം വരുന്നത്. കാപിടുത്തത്തിന്റെ പ്രശ്നം മാത്രം നമ്മുടെ നാട്ടില് വേറെ വഴിയില്ല, നമ്മുടെ പറ്റൂല. ചോസ നമ്മുടെ നാട്ടിൽ കായ പിടിച്ചായിട്ട് അറിയില്ലല്ലോ, കേട്ടിട്ടില്ല. ബംഗാൾ തൈകളാണ് വെച്ച് തുടങ്ങിയത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം അത് എത്രത്തോളം സക്സസ് ആവുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഈ മാങ്ങകളെ കുറിച്ച്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.